ഡൗൺ ആവാതിരിക്കുക. ഡൗൺ ആവുമ്പോ അങ്ങ് കരയുക, ഒന്നും നോക്കാനില്ല. ഞാനൊക്കെ കുറെ കരഞ്ഞത് അതിൽ പ്രൗഡായിരിക്കുക നമ്മള് എടുക്കുന്ന വർക്കിൽ. നമ്മള് കൂടെ നിക്കുക, നമ്മുടെ കൂടെ നിക്കുക, പൊന്നുപോലെ നോക്കുക നമ്മളെ. എവിടുന്ന് വരുന്ന ഈ വാക്കുകളൊക്കെ? അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കുക, എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഡൗട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെയാണോ. അല്ലെ ഇവിടുത്തെ ടീമേജിലുള്ളവരാണെങ്കിൽ സാർമാരുടെ അടുത്ത് പോയി ചോദിക്കുക, ഇതാണോ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക, അത് മനസ്സിലാക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. പിന്നെ കുറേ നമുക്ക് തോറ്റ് കഴിയുമ്പം, പരാജയങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കും, എൻ്റെ അടുത്ത് ഒന്നും നല്ല ഉണ്ടാവണില്ല, എനിക്ക് ഒരു ഭാഗ്യമില്ല, എനിക്കിനി ജോലി കിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്ന കള്ളാണ്. നമ്മൾ ആൻഷ്യസ് ആയതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ ചകഞ്ഞെടുത്തോണ്ട് വരികയാണ്. ശരിക്കും അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളത് സ്വയം ശീലിക്കുക, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് സ്വയം അങ്ങ് ശീലിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ജേർണലിങ് ചെയ്യും. എല്ലാ ദിവസവും ഇമോഷൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അനലൈസ് ചെയ്യും. ഇപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ച് പറഞ്ഞ് എനിക്ക് ഹേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിന് അപ്പുറം എനിക്കത് എന്തുകൊണ്ട് ഹേർട്ടായി. ഇപ്പോൾ ജോലിയുടെ കേസിലാണെങ്കിൽ എനിക്കത് ഹേർട്ടായത് എൻ്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ജോലിയില്ല, സമയം പോണു, എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് ഇൻസെക്യൂരിറ്റി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഹേർട്ടാവുന്നത്. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക, ജോലിയില്ല അത് അക്സെപ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ് നാളെ അങ്ങനെ ആവണമെന്നില്ല. അതിന് നമ്മൾ പണിയെടുക്കുന്നുണ്ട്, അതിൽ പ്രൗഡായിരിക്കുക നമ്മൾ എടുക്കുന്ന വർക്കിൽ. നമ്മൾ കൂടെ നിൽക്കുക, നമ്മുടെ കൂടെ നിൽക്കുക, പൊന്നുപോലെ നോക്കുക നമ്മളെ. അത്രേ ഉള്ളൂ. സ്വയം അധികം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഡൗൺ ആവുമ്പോ അങ്ങ് കരയുക, ഒന്നും നോക്കാനില്ല. ഞാനൊക്കെ കുറെ കരഞ്ഞുകൊണ്ടാണ് ചിരിക്കാൻ പറ്റുന്നത് എനിക്ക്. കരയുമ്പോഴാണ് നമ്മുടെ ഈ കണ്ണീരിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പൊ പഠിച്ചാണ് കേട്ടോ, ഇത് അറിയുന്നൊന്നല്ല, ഇതൊക്കെ ഈ സമയത്ത് പഠിച്ചെടുത്തതാണ്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പം കരച്ചിൽ പറയുമ്പോൾ അത് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനമാണേ. കണ്ണീരിലൂടെ അതാണ് പുറത്തു പോണേ. അപ്പൊ കരഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. കരയണമെങ്കിൽ കരയാ, പക്ഷെ കരഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പഠിക്കണം. വർഷങ്ങളോളം കരഞ്ഞോണ്ടിരിക്കരുത്. കുറച്ചു നേരത്തെ നാളെ ദിവസം ഉണ്ടെങ്കിൽ ദിവസം മാറും, ഇന്നത്തെ പോലെ ആയിരിക്കില്ല. നല്ല എവിടുന്ന് വരുന്ന ഈ വാക്കുകളൊക്കെ? അനുഭവങ്ങൾ പാലിച്ച് എഴുതി വെക്കാം. വചനം, ഇതൊരു വചനമാണ് അല്ലേ?